ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സക്രിയ പുസ്തകത്തിൻ്റെ ആമുഖം. ഹഗ്ഗായി പ്രസംഗം ആരംഭിച്ച് 2 മാസങ്ങൾക്കകം സക്രിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഒരു പുരോഹിതൻ കൂടിയായിരുന്ന സക്രിയ ഹഗ്ഗായിയെ പോലെ ദേവാലയ നിർമ്മാണത്തിന് ജനത്തെ പ്രേരിപ്പിക്കുകയും അവർക്ക് ആവേശം പകരുകയും ചെയ്തു. അനുതാപത്തിനുള്ള ആഹ്വാനത്തോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുക. ഇസ്രായേലിൻ്റെ ശിക്ഷയുടെ നാളുകൾ അവസാനിച്ചു എന്നും രക്ഷയുടെ കിരണങ്ങൾ വീശി തുടങ്ങിയെന്നും സൂചിപ്പിക്കുന്ന 7 ദർശനങ്ങളുടെ വിവരണമാണ് തുടർന്നുള്ളത്. ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് അടുത്തു വരുന്ന അധ്യായങ്ങൾ. ഉപവാസം ഉത്സവമായി മാറുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന രക്ഷകന്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രവചനങ്ങളാണ് പിന്നീടുള്ളവ. സമാധാന രാജാവായി അവൻ വിനീതനായി കഴുതപ്പുറത്ത് ആഗതനാകുന്ന ചിത്രം പുതിയ നിയമത്തിൽ പരിചിതമാണല്ലോ. കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള യുഗാന്ത ദർശനത്തോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത്. ശത്രുക്കളും വിഗ്രഹാരാധകരും വ്യാജപ്രവാചകന്മാരും ഉന്മൂലനം ചെയ്യപ്പെടും. ജെറുസലേമിന് സുരക്ഷിതത്വം കൈവരും. കർത്താവ് തൻ്റെ വിശുദ്ധരോടൊത്ത് രാജാവായി വാഴും.